അടിയന്തരാവസ്ഥയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഒരു ലേഖനം എഴുതി. ആ ലേഖനം പ്രസിദ്ധീകരിച്ചതോട് കൂടിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കളുടെ മുഖത്ത് ഇടി ഏൽപ്പിച്ചതുപോലെ ഒരു ഇടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത, മറ്റുള്ളവർ പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ് അടിയന്തരാവസ്ഥ കാലവും ആ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണകൂടം മാധ്യമങ്ങൾക്കെതിരെ, ജനാധിപത്യത്തിനെതിരെ പ്രവർത്തിച്ചതുമെല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ. ഇടതുപക്ഷ നേതാക്കൾ, ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകരും എപ്പോഴും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അടിയന്തരാവസ്ഥക്കാലം എങ്ങനെയാണ് ഫാസിസത്തിൻ്റെതായ കാലമായി മാറിയത് എന്ന്. ഇപ്പോൾ ഇന്ത്യയിലുണ്ട് എന്ന് ഇടതുപക്ഷവും പുരോഗമനവാദികളും പറയുന്ന ഒരു ഫാസിസത്തിന് സമാനമായ, അതിനേക്കാൾ ഭീകരമായ ഫാസിസത്തിൻ്റെ കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് എപ്പോഴും ഇടതുപക്ഷ നേതാക്കൾ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. അത് ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ആ കാര്യത്തിൽ പലപ്പോഴും മൗനം പാലിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ എന്ന ഉദ്ധരണിയിലിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൻ്റെ ഭീകരതയെയും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മകനായിരുന്ന സഞ്ജയ് ഗാന്ധിയെയും ആ ഭരണകൂടത്തെയും അതിഭീകരമായിട്ടുള്ള രീതിയിൽ വിമർശിച്ചുകൊണ്ട്, ആ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എഴുതിയ ലേഖനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് തൊട്ടു തലേന്ന് കേരളത്തിൽ UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും പറ്റിയ ആൾ ഞാൻ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന, ശശി തരൂർ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്വകാര്യ സംഘടന തയ്യാറാക്കിയ സർവേ ഫലം സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിച്ചതിനോട് ഇന്ന് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ള സകല നേതാക്കളും അതിനെ പരിഹസിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി എല്ലാവരും പല രീതിയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ള തോന്നൽ ഒന്നുകൂടി സജീവമാക്കാൻ അതിനെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, കീം റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉത്തരവുണ്ടായിരിക്കുകയാണ്. ആ ഉത്തരവിന് കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് സർക്കാരിന് തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റാങ്ക് പട്ടിക ഇന്ന് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കോടതിയെ സമീപിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം വാർത്തകൾ സജീവമായി നിന്ന ഒന്നായിരുന്നു കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപയോഗശൂന്യമായിട്ടുള്ള ശുചിമുറിയുടെ ഒരു ഭാഗം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായത്. വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഇന്ന് ബിന്ദുവിനും ആ കുടുംബത്തിനും ഒപ്പമാണ് സർക്കാർ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭായോഗം ബിന്ദുവിൻ്റെ കുടുംബത്തിന് വലിയ രീതിയിലുള്ള സഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ വീട് പുതുക്കി പണിതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ബിന്ദുവിൻ്റെ മകന് ജോലി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി വാർത്തകൾ ഒരുമിച്ച് ചേരുന്നതാണ് ഇന്നത്തെ ഈ വാർത്താ സന്ധ്യ. ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ് നോക്കാം.